بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, മഗ്ഫിറത്തിന്റെ പത്ത് അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ചിന്ത ഖൽബിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇല്ല എങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കണം. പരിശുദ്ധമായ റമളാൻ വന്നിട്ട് എന്റെയും നിങ്ങളെയും പാവം പൊറുക്കപ്പെട്ടില്ല എങ്കിൽ നഷ്ടമാണ്. ഹബീബായ തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ദുആ ചെയ്തത് ബഅദ മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. റമളാൻ വന്നിട്ട് ഒരുവന്റെ പാവം പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ അകന്നു പോട്ടെ എന്നല്ലേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്? ആമീൻ പറഞ്ഞു ആ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവമായിട്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ധാരാളം വട്ടം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അപ്പോൾ പോലും നമ്മൾ ചിലരുടെ പാവങ്ങൾ പൊറുക്കപ്പെടാതെ ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുമുണ്ട്. നമ്മളെ ബുദ്ധിമുട്ടിച്ച, നമ്മളെ ഉപദ്രവിച്ച, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ചെറിയ ഒരു വേദനയോട് കൂടി പെരുമാറിയ ആളുകളെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും പറ്റുന്നില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ്. നമ്മൾ ചെയ്ത കൊടും ക്രൂരതകൾ റബ്ബായ അള്ളാഹു, ഗഫാറായ സത്താറായ അള്ളാഹു നമുക്ക് പുറത്തു തരണം, നമ്മുടെ ആവശ്യമാണ്. എന്നാൽ നമ്മളോട് ഒരു തെറ്റ് ചെയ്ത ഒരാൾക്ക് നമുക്കെന്താ ഒന്ന് പുറത്തു കൊടുത്താൽ, നമുക്കെന്താ ഒന്ന് മാപ്പാക്കി കൊടുത്താൽ, എന്താ അങ്ങനെ ചിന്തിക്കാത്തത് സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്വഭാവ ഗുണം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പരിപൂർണമായിട്ട് പൊറുക്കപ്പെടുമെന്ന് പറയാൻ കഴിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, വഗ്ഫിറൂ, നിങ്ങൾ പുറത്തു കൊടുക്ക്, യുഗ്ഫർ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരും, പൊറുക്കപ്പെടും നിങ്ങളുടെ പാപങ്ങൾ. അല്ലാഹുവിന് ഇഷ്ടമാണ് നമ്മൾ മറ്റൊരാൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുക എന്നുള്ള അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അല്ലാഹു സമീആണ്, ബസീറാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു റഹീമാണ്, അല്ലാഹു അഫ്വാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ സിഫത്തുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിഫത്തുകളാണ് ഗഫൂർ, റഹീം എന്നൊക്കെ ഉള്ളത്. അത് തന്റെ സൃഷ്ടികളായ യുഹിബ്ബു അസ്മാഅഹു വസിഫാതഹു അല്ലതി മിൻഹർ റഹ്മത്തു വല്ലഫു വയുഹിബ്ബു മൻ ഖുലുഖുഹു മൻ യഖ്ലഖ ബിഹാ. ഒരാൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പോൾ നമുക്ക് കരുണയുണ്ടാവുക, മൃദു സ്വഭാവം ഉണ്ടാവുക, മറ്റൊരാൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, ഇത് അള്ളാഹുവിന് ഇഷ്ടമാണ്. പക്ഷെ നമുക്കതില്ല എന്നുള്ളതാണ് ഖേദകരം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ത്വായിഫിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല എടുത്ത് കഴുത്തിൽ ചാർത്തി കല്ലെറിഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് മുത്തുനബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഇവരെ എല്ലാവരെയും ഒന്നടങ്കം അങ്ങ് നശിപ്പിച്ചു കളയട്ടെയോ നബിയെ? ഹബീബായ തങ്ങൾ പറഞ്ഞു, എന്തെന്നറിയാവോ? ജിബ്രീലെ, വേണ്ട എന്നാണ്. അത്രയും കൊടും ക്രൂരതകൾ ചെയ്തിട്ടും ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറം വേദനിപ്പിച്ചിട്ട് പോലും വേണ്ട ജിബ്രീൽ എന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂലിന് കഴിഞ്ഞുവെങ്കിൽ അത് ആ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ നന്മയാണ്. അതാണ് അള്ളാഹു മുത്തുനബി തങ്ങളോട് പറഞ്ഞത്, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയേ, നിങ്ങൾ ഉന്നത സ്വഭാവത്തിന്റെ ഏറ്റവും ഒരു ഉത്കൃഷ്ട ഉടമയാണ്. നമ്മളെല്ലാവരും ഒന്ന് മാറണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരുപാട് നെറ്റിപ്പരത്തി പറയുന്നില്ല. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടും ആദ്യം എന്നോടും നിങ്ങളോടും ഞാൻ പറയുന്നു, നമ്മൾ ഒന്ന് മാറണം. മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവം ഈ മഗ്ഫിറത്തിന്റെ പത്തിന്റെ സമാപനം നമ്മുടെ ഖൽബുകളിൽ ഉണ്ടാകട്ടെ. അള്ളാഹു എല്ലാവർക്കും മാപ്പാക്കി തരട്ടെ, എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി തരട്ടെ. മഗ്ഫിറത്തിന്റെ പത്ത് വിട പറയുന്നതിന് മുമ്പ് നമ്മൾ ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മറ്റുള്ളവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് ഒന്ന് കരഞ്ഞു ദുആ ചെയ്താൽ അള്ളാഹു മാപ്പാക്കി തരും, അള്ളാഹു പുറത്തു തരും, അള്ളാഹു കരുണ ചെയ്യും. നാഥനായ അള്ളാഹു നമ്മളെ മഗ്ഫിറത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.